ഗംഗാ നദീതട വികസനത്തിന് സമാനമായ ജലാഭിവൃദ്ധി പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ എന്നിവയാണ് നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന മറ്റ് നദികൾ. ഇപ്പോൾ ഗംഗാ നദീതട വികസനത്തിന് സമാനമായ ജലാഭിവൃദ്ധി പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. ഗർഭഛിത്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കുന്ന നിർണായക ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത് ഫ്രാൻസ്. ഗർഭഛിത്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കുന്ന നിർണായക ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത് ഫ്രാൻസ് ആണ്. 2023-24 വർഷത്തെ UEFA വനിതാ നേഷൻസ് ലീഗ് ഫുട്ബോളിൽ കിരീടം നേടിയത് സ്പെയിനാണ്. 2023-24 വർഷത്തെ UEFA വനിതാ നേഷൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് സ്പെയിനാണ്. ഫൈനലിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചു. അപ്പോൾ ഫ്രാൻസിനെ തോൽപ്പിച്ചാണ് ഈ സ്പെയിന് UEFA വനിതാ നേഷൻസ് ലീഗിൽ കിരീടം നേടിയത്. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ആദ്യ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ടാണ്. ഒന്നുകൂടെ പറയാം. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ആദ്യ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ടാണ്. സംസ്കൃത പണ്ഡിതനും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറുമായിരുന്നു ഡോക്ടർ ധർമ്മരാജ്. 2023 UGC നിർദ്ദേശപ്രകാരം ഓംബുഡ്സ്മാനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് സാങ്കേതിക സർവകലാശാല. അപ്പോൾ APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ആദ്യ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ടാണ്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യ നഗരമാണ് കൊച്ചി. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം 85 വയസ്സാണ്. 80 വയസ്സ് തൊട്ട് മുകളിലോട്ടായിരുന്നു ഈ ഒരു തപാൽ വോട്ട് സൗകര്യം ലഭ്യമായിരുന്നത്. ഇപ്പോൾ അത് 85 വയസ്സാക്കി കൂട്ടി. വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹാരിയർ. വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹാരിയർ. സംസ്ഥാന വനം വകുപ്പാണ്. പദ്ധതിയുടെ പേരാണ് ഹാരിയർ. വനം കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഹോക്ക് പദ്ധതിയുടെ ഭാഗമാണിത്. വനം കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഹോക്ക് പദ്ധതിയുടെ ഭാഗമാണിത്. രാഷ്ട്രീയ ഭരണ മേഖലകളിലെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ വനിതാ ശിശു വികസന കോർപ്പറേഷൻ ആരംഭിക്കുന്ന പരിശീലന പദ്ധതിയാണ് ഫ്യൂച്ചർ വിമൻ ലീഡേഴ്സ് ഗ്രൂമിംഗ് പ്രോഗ്രാം. രാഷ്ട്രീയ ഭരണ മേഖലകളിലെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ വനിതാ ശിശു വികസന കോർപ്പറേഷൻ ആരംഭിക്കുന്ന പരിശീലന പദ്ധതിയാണ് ഫ്യൂച്ചർ വിമൻ ലീഡേഴ്സ് ഗ്രൂമിംഗ് പ്രോഗ്രാം. സർക്കാർ രംഗത്തെ IT സംരംഭങ്ങൾക്കുള്ള ടെക്നോളജി സഭ അവാർഡ് ലഭിച്ചത് കൈറ്റിനാണ്. സർക്കാർ രംഗത്തെ IT സംരംഭങ്ങൾക്കുള്ള ടെക്നോളജി സഭ അവാർഡ് ലഭിച്ചത് കൈറ്റിനാണ്. സിക്കിമിൽ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് റാങ്പോയിലാണ്. സിക്കിമിൽ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? റാങ്പോ. ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹമായ കമ്പനിയാണ് ജിയോ പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡ്. ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹമായ കമ്പനിയാണ് ജിയോ പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡ്. UN-ന്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 112-ാമതാണ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 112-ാമതാണ്. മത്സ്യഫെഡിൻ്റെ കീഴിൽ വല നിർമ്മാണശാലകൾക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള നൈലോൺ നൂൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറിയാണ് പറവൂർ.
മത്സ്യഫെഡിന്റെ കീഴിൽ വല നിർമ്മാണശാലകൾക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള നൈലോൺ നൂൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി വരുന്നത് എവിടെയാണ്? പറവൂരിലാണ്. സംസ്ഥാനത്തെ ആദ്യ ജനമൈത്രി ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നത് മറയൂരിൽ ചട്ടമൂന്നാർ ചെക്ക് പോസ്റ്റിലാണ്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ ജനമൈത്രി ചെക്ക് പോസ്റ്റ് നിലവിൽ വരുന്നത് മറയൂരിലാണ്, ചട്ടമൂന്നാർ ചെക്ക് പോസ്റ്റ്. ഫോണിലൂടെയും വാട്സാപ്പിലൂടെയുമുള്ള സൈബർ തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ചക്ഷു. ഫോണിലൂടെയും വാട്സാപ്പിലൂടെയുമുള്ള സൈബർ തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ചക്ഷു. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം സംസ്ഥാന തലം മുതൽ വാർഡ് തലം വരെ വിലയിരുത്താൻ കെൽട്രോണിൻ്റെയും ഹരിത കേരള, ശുചിത്വ മിഷൻ, കില എന്നിവയുടെ സഹകരണത്തോടെയും വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹരിതമിത്രം. അപ്പോൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം സംസ്ഥാന തലം മുതൽ വാർഡ് തലം വരെ വിലയിരുത്താൻ വേണ്ടി വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹരിതമിത്രം. അർബുദ ബാധിതർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കുമുള്ള മരുന്ന് കുറഞ്ഞ നിരക്കിൽ നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് നീതി മെഡിക്കൽ സ്കീം. നീതി മെഡിക്കൽ സ്കീം അർബുദ ബാധിതർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കുമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് നീതി മെഡിക്കൽ സ്കീം. 2024 ഏപ്രിൽ 1 മുതലാണ് ആരംഭിച്ചത്. 2024 ഏപ്രിൽ 1 മുതൽ ഇത് ആരംഭിച്ചു കഴിഞ്ഞു. ജനറിക് മരുന്നുകൾ ഗുണനിലവാരം ഉറപ്പാക്കി നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് നീതിയുടെ ഉറപ്പ്. ജനറിക് മരുന്നുകൾ ഗുണനിലവാരം ഉറപ്പാക്കി നൽകുന്ന പദ്ധതിയാണ് നീതിയുടെ ഉറപ്പ്. സാംസ്കാരിക വകുപ്പിന് കീഴിലെ തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് MK സാനു ആണ്. സാംസ്കാരിക വകുപ്പിന് കീഴിലെ തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാര ജേതാവാണ് MK സാനു. പുരസ്കാര തുക എന്ന് പറയുന്നത് 50,000 രൂപയാണ്. രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് പാറ്റ്നയിലാണ്. രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് പാറ്റ്നയിലാണ്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറ ജോസഫാണ്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറ ജോസഫാണ്. എസ്തർ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇപ്പോൾ സാറ ജോസഫിന് മലയാറ്റൂർ അവാർഡ് ലഭിച്ച നോവൽ ഏതാണ്? എസ്തർ ആണ്. എസ്തർ. യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് രജനി സുരേഷിൻ്റെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയ പുസ്തകത്തിനാണ് ലഭിച്ചത്. അപ്പോൾ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് രജനി സുരേഷിനാണ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയ പുസ്തകത്തിനാണ് യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത്. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്വിക്ക് സെർവ്. ക്വിക്ക് സെർവ്. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്വിക്ക് സെർവ്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. മനുഷ്യരും വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പും കോമൺ സർവീസ് സെൻ്ററുകളും സംയുക്തമായി ആരംഭിക്കുന്ന മൊബൈലിലൂടെ സൗജന്യമായി നിയമസേവനം നൽകുന്ന പദ്ധതിയാണ് ടെലിലോ. കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പും കോമൺ സർവീസ് സെൻ്റർ, അതാണ് CSC, സംയുക്തമായി ആരംഭിച്ച മൊബൈലിലൂടെ സൗജന്യമായ നിയമസേവനം നൽകുന്ന പദ്ധതിയാണ് ടെലിലോ. വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ബൗളറായത് ഷബീം ഇസ്മയിലാണ്. ഷബീം ഇസ്മയിൽ. വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ബൗളറായത് ഷബീം ഇസ്മയിലാണ്. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മണിക്കൂറിൽ 132.1 കിലോമീറ്റർ വേഗത്തിൽ പന്തെറിഞ്ഞാണ് റെക്കോർഡ് സ്വന്തമാക്കിയത്. വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ബൗളർ മണിക്കൂറിൽ 130 km/h മുകളിൽ പന്തെറിയുന്നത്. വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ബൗളർ മണിക്കൂറിൽ 130 km/h മുകളിൽ പന്തെറിയുന്നത്.
ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ബൗളറായത് ഷബീം ഇസ്മയിലാണ്. ഷബീം ഇസ്മയിൽ. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ കൊൽക്കത്തയാണ്. കൊൽക്കത്ത. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണലാണ് കൊൽക്കത്ത. ഹൂഗ്ലി നദിക്ക് അടിയിലാണ് ടണൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ കൊൽക്കത്തയാണ്. ഉദ്ഘാടനം ചെയ്തത് പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദി തന്നെയാണ്. 2024 ലക്ഷദ്വീപിലെ മിനിക്കോയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ പുതിയ നേവൽ ബേസാണ് INS ജടായു. INS ജടായു. 2024 ലക്ഷദ്വീപിലെ മിനിക്കോയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ പുതിയ നേവൽ ബേസ് INS ജടായു. 2024 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം. 2024 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം ഇൻവെസ്റ്റിംഗ് ഇൻ വുമൺ ആക്സലറേറ്റ് പ്രോഗ്രസ്. ഇൻവെസ്റ്റിംഗ് ഇൻ വുമൺ ആക്സലറേറ്റ് പ്രോഗ്രസ്. അപ്പോൾ 2024 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം ഇൻവെസ്റ്റിംഗ് ഇൻ വിമൻ ആക്സലറേറ്റ് പ്രോഗ്രസ്. 2024 നാറ്റോയിൽ 32ാമത് അംഗമായ രാജ്യമാണ് സ്വീഡൻ. 2024 നാറ്റോയിലെ 32ാമത്തെ മെമ്പറായിട്ട് ചേർന്ന രാജ്യമാണ് സ്വീഡൻ. കേരളത്തിലെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് ചേർത്തലയിലാണ്. കേരളത്തിലെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് ചേർത്തലയിലാണ്. നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരശേഖരം ഉൾപ്പെടുത്തി നീതി ആയോഗ് ആരംഭിച്ച പോർട്ടലാണ് നീതി ഫോർ സ്റ്റേറ്റ്സ്. നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരശേഖരം ഉൾപ്പെടുത്തി നീതി ആയോഗ് ആരംഭിച്ച പോർട്ടലാണ് നീതി ഫോർ സ്റ്റേറ്റ്സ്. ഈ വർഷത്തെ ഇറാസ്മസ് പ്രൈസിന് അർഹനായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. ഈ വർഷത്തെ ഇറാസ്മസ് പ്രൈസിന് അർഹനായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ആഗോള പ്രതിസന്ധിയെപ്പറ്റി രചനകളിലൂടെ നൽകിയ സംഭാവനകളാണ് അമിതാവ് ഘോഷിന് പുരസ്കാരം നേടിക്കൊടുത്തത്. അപ്പോൾ ഈ വർഷത്തെ ഇറാസ്മസ് പ്രൈസിന് അർഹനായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ്. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ്. കേരള പ്രഭ ലഭിച്ചത്, അപ്പോൾ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാണ് ടി പത്മനാഭൻ. കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് ജസ്റ്റിസ് M ഫാത്തിമ ബീവിക്കാണ് മരണാനന്തരം. അതുകൂടാതെ സൂര്യ കൃഷ്ണമൂർത്തിക്ക് ലഭിച്ചു. അപ്പോൾ കേരള പ്രഭ പുരസ്കാരം 2023 ലഭിച്ച 2 പേർക്കാണ്. ഒന്ന് ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്, മരണാനന്തരമാണ് ലഭിച്ചത്. രണ്ടാമത്തെ ആളാണ് സൂര്യ കൃഷ്ണമൂർത്തി. വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ ഷീറോ പുരസ്കാരം ലഭിച്ചത് കൊച്ചി മെട്രോയ്ക്കാണ്. വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ ഷീറോ പുരസ്കാരം ലഭിച്ചത് കൊച്ചി മെട്രോയ്ക്കാണ്. അപ്പോൾ ഷീറോ പുരസ്കാരം ലഭിച്ചത് കൊച്ചി മെട്രോയ്ക്കാണ്. അരുണാചൽ പ്രദേശിലെ 27ാമത് ജില്ലയായി 2024 മാർച്ചിൽ പേമ ഖണ്ഡു ഉദ്ഘാടനം ചെയ്ത പുതിയ ജില്ലയുടെ പേരാണ് ബൈച്ചം. അപ്പം അരുണാചൽ പ്രദേശിലെ പുതിയ ജില്ലയാണ്, 27ാമത്തെ ജില്ലയാണ് ബൈച്ചം. അവിടുത്തെ പ്രധാനമന്ത്രിയുടെ പേരാണ് പേമ ഖണ്ഡു. വിഖ്യാത കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിന്റെ പുറത്തിറങ്ങിയ അവസാന നോവലാണ് അൺടിൽ ഓഗസ്റ്റ്. വിഖ്യാത കൊളംബിയൻ നോവലിസ്റ്റായ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ പുറത്തിറങ്ങിയ അവസാന നോവലാണ് അൺടിൽ ഓഗസ്റ്റ്. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ സ്കീം 2.0 തിരഞ്ഞെടുത്ത കേരളത്തിലെ പദ്ധതിയാണ് കുമരകം ടൂറിസം പദ്ധതി. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ സ്കീം 2.0 തിരഞ്ഞെടുത്ത കേരളത്തിലെ പദ്ധതിയാണ് കുമരകം ടൂറിസം പദ്ധതി. അടുത്തിടെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഇരട്ടത്തുരങ്ക പാതയാണ് സെലാ ടണൽ. അടുത്തിടെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഇരട്ടത്തുരങ്ക പാതയാണ് സെലാ ടണൽ. 2 തുരങ്കങ്ങളും ഒരു അനുബന്ധ പാതയും ഉൾപ്പെടുന്നതാണ് പദ്ധതി. ഒന്നാം തുരങ്കത്തിന് 980 മീറ്ററും 2 ട്യൂബുകളുള്ള രണ്ടാം തുരങ്കത്തിന് 1555 മീറ്ററുമാണ് നീളം.
അടുത്തിടെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഇരട്ടത്തുരങ്ക പാതയാണ് സെല ടണൽ. 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കളായത് സർവീസസ് ടീമാണ്. 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കളായത് സർവീസസ് ആണ്. ഫൈനലിൽ ഗോവയെ തോൽപ്പിച്ചാണ് സർവീസസ് 7ാം സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. അപ്പോൾ സർവീസസിന്റെ 7ാമത്തെ സന്തോഷ് ട്രോഫി കിരീടമാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്. അപ്പോൾ 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കളായത് സർവീസസ് ആണ്. ഗോവയെ തോൽപ്പിച്ചാണ് അവരുടെ 7ാമത്തെ സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. 71ാമത് മിസ് വേൾഡ് കിരീടം ലഭിച്ചത് ക്രിസ്ത്യാന പിസ്കോവയ്ക്കാണ്. ക്രിസ്ത്യാന പിസ്കോവ. ചെക്ക് റിപ്പബ്ലിക് ആണ് ക്രിസ്ത്യാന പിസ്കോവയുടെ രാജ്യം. അപ്പോൾ 71ാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ക്രിസ്ത്യാന പിസ്കോവ, ചെക്ക് റിപ്പബ്ലിക്. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ 2023-24 വർഷത്തെ യൂത്ത് ഐക്കൺ പുരസ്കാരങ്ങൾ ലഭിച്ചത് 6 പേർക്കാണ് ലഭിച്ചത്. അതിലൊന്ന് ബേസിൽ ജോസഫ്, കല സാംസ്കാരികം; ആൻസി സോജൻ, കായികം; കെ അഖിൽ, സാഹിത്യം; അശ്വിൻ പരവൂർ, കൃഷി; കെ വി സജീഷ്, സംരംഭകത്വം; ശ്രീനാഥ് ഗോപിനാഥൻ, സാമൂഹിക സേവനം. കേരള സംസ്ഥാന യുവജന കമ്മീഷന് 2023-24 വർഷത്തെ യൂത്ത് ഐക്കൺ പുരസ്കാരം 6 പേർക്കാണ് ലഭിച്ചത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരമാണ് ആർ അശ്വിൻ, രവിചന്ദ്ര അശ്വിൻ. 36ാം തവണയാണ് 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ 5 വിക്കറ്റ് ഹോൾ നേടുന്ന ഇന്ത്യൻ താരമാണ്, ഇന്ത്യൻ ബൗളർ കൂടിയാണ് ആർ അശ്വിൻ. 36ാം തവണയാണ് 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്നത്. നാവികസേനയ്ക്ക് വേണ്ടി DRDO വികസിപ്പിച്ച സ്വയം നിയന്ത്രിത ചെറുനിരീക്ഷണ അന്തർവാഹിനി ഹൈ എൻഡ്യൂറൻസ് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ. ഇപ്പം നാവികസേനയ്ക്ക് വേണ്ടി DRDO വികസിപ്പിച്ച സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ചെറുനിരീക്ഷണ അന്തർവാഹിനിയുടെ പേരാണ് ഹൈ എൻഡ്യൂറൻസ് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ. കൊച്ചി കപ്പൽശാലയാണ് അന്തർവാഹിനി നിർമ്മിച്ചിരിക്കുന്നത്. കൊച്ചി കപ്പൽശാല. രാജ്യത്താദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ജാർഖണ്ഡാണ്. രാജ്യത്താദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ജാർഖണ്ഡാണ്. 2024 ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് കിഷോർ മക്വാനയാണ്. കിഷോർ മക്വാന. 2024 ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത്. കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ പുതിയ അധ്യക്ഷനായി 2024 നിയമിതനായത് കിഷോർ മക്വാനയാണ്. കിഷോർ മക്വാന. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യം സാത്വിക് സായിരാജ് റങ്കിറെഡ്ഡിയും ചിരാഗ് ഷെട്ടി സഖ്യത്തിനുമാണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റണിലാണ്. ഫ്രഞ്ച് ഓപ്പൺ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ടെന്നീസ് ആലോചിക്കും, മാറിപ്പോകരുത്, ബാഡ്മിന്റന്റെ കാര്യമാണ് പറയുന്നത്. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യമാണ്, ഇന്ത്യൻ ടീം, ഡബിൾസിന്റെ ടീം സാത്വിക് സായിരാജ് റങ്കിറെഡ്ഡിയും ചിരാഗ് ഷെട്ടി സഖ്യത്തിനുമാണ് ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. പോർച്ചുഗലിലെ ഫെൻഡാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ 44ാമത് എഡിഷനിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ് ആണ്. പോർച്ചുഗലിലെ ഫെൻഡാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ 44ാമത് എഡിഷനിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ് ആണ്. അദൃശ്യജാലകങ്ങളിലെ അഭിനയ മികവിനാണ് പുരസ്കാരം. അദൃശ്യജാലകങ്ങളിലെ അഭിനയ മികവിനാണ് പുരസ്കാരം ലഭിച്ചത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2024 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2024 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. രാധാകൃഷ്ണൻ കാക്കശ്ശേരി. രാജ്യത്തെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേയുടെ പേരാണ് ദ്വാരക എക്സ്പ്രസ് വേ. രാജ്യത്ത് ആദ്യമായിട്ടുള്ള 8 വരി എലിവേറ്റഡ് ഹൈവേയുടെ ആണ്
ദ്വാരക എക്സ്പ്രസ് വേ. ആകെ 27.6 കിലോമീറ്ററാണ് പാതയുടെ നീളം എന്ന് പറയുന്നത്. ആകെ 27.6 കിലോമീറ്ററാണ് പാതയുടെ നീളം എന്ന് പറയുന്നത്. 2024 കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായത് AS രാജീവാണ്. 2024 കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായത് AS രാജീവാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായിട്ട് പുതിയ ചെയർമാനാകുന്നത് AS രാജീവാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ ഡോക്ടർ PK രാധാമണിയും KK ഗംഗാധരനുമാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ ഡോക്ടർ PK രാധാമണിയും KK ഗംഗാധരനുമാണ്. അമൃത പ്രീതത്തിൻ്റെ അക്ഷരോം കി സായി എന്ന ആത്മകഥ ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴി മാറ്റിയതിനാണ് ഡോക്ടർ PK രാധാമണിക്ക് മലയാള വിഭാഗത്തിലെ ബഹുമതി ലഭിച്ചത്. മലയാള കഥകൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയ KK ഗംഗാധരൻ കന്നഡ വിഭാഗത്തിലും പുരസ്കാരം നേടി. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ ഡോക്ടർ PK രാധാമണിയും KK ഗംഗാധരനുമാണ്. 65ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായത് കോഴിക്കോടാണ്. കോഴിക്കോട് 65ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട്. 2ാം സ്ഥാനം കണ്ണൂരിന് ലഭിച്ചു. 3ാം സ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പം 65ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് കോഴിക്കോട്. പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭയാണ് കേരള നിയമസഭ. പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ നിയമസഭയാണ് കേരള നിയമസഭ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.